നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഫ്യൂച്ചർ ഓഫ് വർക്ക് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്ന വേൾഡിൽ നമുക്ക് എല്ലാവർക്കും ഡെയിലി കേട്ടിട്ടുള്ളതാണ് ചാറ്റ് GPT, ഗൂഗിൾ അസിസ്റ്റന്റ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ഫേസ് അൺലോക്ക്, നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷീന് തിങ്ക് ചെയ്യാനും ലേൺ ചെയ്യാനും ആക്ട് ചെയ്യാനും പറ്റും, അതും ഹ്യൂമനിനെ പോലെ. സോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് ഹൗ വിൽ AI ചേഞ്ച് അവർ ജോബ് ആൻഡ് വർക്ക് ലൈഫ് ഇൻ അവർ ഫ്യൂച്ചർ. AI എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് ബ്രെയിൻ ടു എ കമ്പ്യൂട്ടർ. നമ്മളെ പോലെ ഡിസിഷൻ എടുക്കാനും പഠിക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും കമ്പ്യൂട്ടറിന് കഴിയും. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ബെസ്റ്റ് റൂട്ട്സ് ഒക്കെ കാണിച്ചു തരും. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് സജഷൻ വരുന്നത്, ചാറ്റ് GPT നമ്മളോട് സംസാരിക്കുന്നത്, ഐഡിയാസ് തരുന്നത്, ഇതൊക്കെ AI ഒരു മാജിക് ആണ്. പണ്ട് കാലത്ത് നമ്മൾ മാനുവലായിട്ട് ചെയ്ത ജോബ്സ് ഇപ്പോൾ AI സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറീസിൽ റോബോട്ട്സ് വർക്ക് ചെയ്യുന്നത്, കസ്റ്റമർ സർവീസിൽ 24/7 അവേഴ്സും ചാറ്റ് ബോട്ട്സ് റിപ്ലൈ തരുന്നത്, പിന്നെ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് അനലൈസ് ചെയ്യുന്നത്, പിന്നെ ഇമെയിൽസ് ജനറേറ്റ് ചെയ്യുക, കോഡ് ജനറേറ്റ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യണം. ഇനി ഫ്യൂച്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെപ്പിറ്റേറ്റീവ് ജോബ്സ് ഡിസപ്പിയർ ആകും. അപ്പോൾ അങ്ങോട്ട് ഹ്യൂമൻസ് ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി ഉള്ള സ്കിൽസും ഒക്കെ ആയിട്ടുള്ള ജോബ്സ് റോൾ ആയിരിക്കും. അതുകൊണ്ട് AI പീപ്പിൾസിനെ റീപ്ലേസ് ചെയ്യില്ല, AI ടാസ്ക് ആണ് റീപ്ലേസ് ചെയ്യുക. ആർക്കാണ് AI നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും അവർക്കാണെങ്കിൽ വരുന്ന കാലങ്ങളിൽ പവറും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ പോണത്. പിന്നെ നമുക്ക് ഈ ഒരു AI വേൾഡിൽ നമുക്ക് മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള സ്കിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി ആണ്. കാരണം ടെക്നോളജീസ് ഒക്കെ അതിവേഗത്തിലാണ് ചേഞ്ച് ആകുന്നത്. ഡേ ബൈ ഡേ ഓരോ ടെക്നോളജീസ് ആണ് AI വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയൊരു ജോബ് റോളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് ജോബ് റോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്, പിന്നെ AI ട്രെയിനർ, പ്രോംപ്റ്റ് എഞ്ചിനീയർ, AI കണ്ടന്റ് ക്രിയേറ്റർ, ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ആയിട്ടുണ്ടാകാൻ പോകുന്ന കുറച്ച് ജോബ്സ്. അതുപോലെ AI ടൂൾ യൂസ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതിപ്പോൾ നോൺ IT ഫീൽഡിലുള്ള ഒരാൾക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് AI വെച്ചിട്ട് നോട്ട് ജനറേറ്റ് ചെയ്യും. പിന്നെ ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ജനറേറ്റ് ചെയ്യും. പിന്നെ സ്മാൾ ബിസിനസ് ഓണേഴ്സ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത് യൂസ് ചെയ്യും. പിന്നെ AIക്ക് കുറച്ച് ഡൗൺ സൈഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ ജോബ് ലോസസ് ഫോർ റെപ്പിറ്റേറ്റീവ് വർക്ക്, പിന്നെ പ്രൈവസി ഇഷ്യൂസ്, ഫേക്ക് ന്യൂസസ്, ഡീപ് ഫേക്സ് ആൻഡ് ഓവർ ഡിപ്പെൻഡൻസി ഓൺ മെഷീൻസ്, ഇതൊക്കെ സീരിയസ് ചാലഞ്ചാണ്. അതുകൊണ്ട് നമ്മൾ AI റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഹ്യൂമൻ വാല്യൂസ് ലൈക്ക് എംപത്തി, പിന്നെ ഹോണസ്റ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇതൊന്നും നമുക്ക് AIക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AI ഒരിക്കലും ഹ്യൂമനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ AI അറിയാത്ത ഒരാളുടെ ജോബാണ് ഇവിടെ റീപ്ലേസ് ആവുന്നത്. അതും AI അറിയുന്ന ഒരാളാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ AIനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനെ നന്നായിട്ട് അറിഞ്ഞിട്ടും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂമൻ വേഴ്സസ് AI അല്ല, ഹ്യൂമൻ പ്ലസ് AI ആണ്. ഇപ്പൊ മനുഷ്യനും മെഷീനും കൂടി ചേരുമ്പോൾ ഒരു ബെറ്റർ അല്ലെങ്കിൽ സ്മാർട്ടർ ബാലൻസ്ഡ് ഫ്യൂച്ചർ ഉണ്ടാവും. സോ ലെറ്റ് നോട്ട് ഫിയർ AI, ലെറ്റ്സ് ഗ്രോ വിത്ത് AI. താങ്ക് യു.